എല്ലാ PSC എക്സാമിനും സ്ഥിരമായിട്ട് ചോദിക്കുന്ന വർക്ക് ആൻഡ് ടൈം എന്ന ടോപ്പിക്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ഒരു ജോലി 10 ദിവസം കൊണ്ടും ബി 8 ദിവസം കൊണ്ടും സി 12 ദിവസം കൊണ്ടും ചെയ്തു തീർക്കും എങ്കിൽ അവർ ഒരുമിച്ച് എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? ഇത് നമുക്ക് ഇക്വേഷൻ ബേസിലും ചെയ്യാം, അതിനേക്കാൾ എളുപ്പത്തിൽ LCM മെത്തേഡിലും ചെയ്യാം. അപ്പോൾ ഇവിടെ ഇക്വേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ എ ഒരു ജോലി X ദിവസം കൊണ്ടും ബി അതേ ജോലി Y ദിവസം കൊണ്ടും സി Z ദിവസം കൊണ്ടും ചെയ്തു തീർക്കുമെങ്കിൽ അവർ മൂന്ന് പേരും ഒരുമിച്ച് XYZ ബൈ XY പ്ലസ് YZ പ്ലസ് XZ എന്നായിരിക്കും. ഇക്വേഷൻ XYZ ബൈ XY പ്ലസ് YZ പ്ലസ് XZ എന്നായിരിക്കും ഇക്വേഷൻ വരുന്നത്. നമുക്ക് LCM മെത്തേഡിൽ ഇതിൽ വാല്യൂ അപ്ലൈ ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. വാല്യൂ കൊടുക്കുമ്പോൾ എക്സും വൈയും ഇസഡും 10ഉം 8ഉം 12ഉം 10 8 12 അങ്ങനെ കൊടുത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് ചെയ്യാം. 10 ഇൻറ്റു 8 ഇൻറ്റു 12 ബൈ 10 ഇൻറ്റു 8 പ്ലസ് 8 ഇൻറ്റു 12 പ്ലസ് 10 ഇൻറ്റു 12 ഇങ്ങനെ നമുക്ക് ഇക്വേഷൻ കൊടുത്ത് ചെയ്യാവുന്നതാണ്. LCM മെത്തേഡിലും ചെയ്യാം. എ ഒരു ജോലി 10 ദിവസം കൊണ്ടും ബി 8 ദിവസം കൊണ്ടും സി 12 ദിവസം കൊണ്ടും ചെയ്യാം. അപ്പോൾ എ ബി സി 10 8 12 ഇതിൻ്റെ LCM എത്രയാണെന്ന് ആദ്യം നമ്മൾ കണ്ടെത്തണം. അപ്പോൾ 8ഉം 10ഉം എല്ലാം കൂടെ വരണമെങ്കിൽ 120 ആയിരിക്കും LCM. 60 പറ്റില്ല, 60 അപ്പോൾ അതിൻ്റെ ഇരട്ടി 120. LCM 120 അപ്പോൾ എയുടെ ഒരു ദിവസത്തെ ജോലി 120 ബൈ 10 0 ക്യാൻസൽ 12 എന്ന് കിട്ടും. ബിയുടെ ഒരു ദിവസത്തെ ജോലി 120 ബൈ 8 ഈസ് ഈക്വൽ ടു 15 എന്ന് കിട്ടും. സിയുടെ ഒരു ദിവസത്തെ ജോലി 120 ബൈ 12 ഇവിടെ 12 അപ്പോൾ 10 എന്ന് കിട്ടും. അപ്പോൾ ഇവർ മൂന്ന് പേര് ഒരുമിച്ചാണ്. അപ്പം എ പ്ലസ് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു 12 പ്ലസ് 15 പ്ലസ് 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 37 ആണ് ഇവരുടെ മൂന്ന് പേരുടെയും ഒരു ദിവസത്തെ ജോലി. അപ്പോൾ 120 ജോലി തീർക്കാൻ എടുക്കുന്ന സമയം 120 ബൈ 37 ആണ് ഇവിടെ ആൻസർ വരുന്നത്. അല്ലെങ്കിൽ 39 ബൈ 37 എന്ന് വരും. 120 ബൈ 37 ചെയ്യണം. ഒന്നുകിലും ഓപ്ഷനിൽ ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ മിശ്ര ഭിന്നമായിട്ടായിരിക്കും തരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എയും ബിയും കൂടി ഒരു ജോലി 10 ദിവസം കൊണ്ടും ബിയും സിയും കൂടി 15 ദിവസം കൊണ്ടും എയും സിയും 20 ദിവസം കൊണ്ടും ചെയ്തു തീർക്കുമെങ്കിൽ എ ബി സി എന്നിവർ ഒരുമിച്ച് എത്ര ദിവസം കൊണ്ട് ഈ ജോലി ചെയ്തു തീർക്കും? അപ്പോൾ ഇവിടെയും നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവിടെ ഉപയോഗിക്കുന്ന ഇക്വേഷൻ 2 ഇൻറ്റു XYZ ബൈ XY പ്ലസ് YZ പ്ലസ് XZ. ഇവിടെ 2 ഇൻറ്റു എന്ന് വരും, കാരണം ഇവിടെ എയും ബിയും ബിയും സിയും എയും സിയും അപ്പോൾ 2A 2B 2C അങ്ങനെ വരും. അതുകൊണ്ട് ഇവിടെ 2 ഇൻറ്റു എന്നെടുക്കണം. 2 ഇൻറ്റു XYZ ബൈ XY പ്ലസ് YZ പ്ലസ് XZ. അപ്പോൾ നമുക്കിത് LCM മെത്തേഡിൽ എളുപ്പത്തിൽ ചെയ്യാം. എയും ബിയും കൂടി ഒരു ജോലി 10 ദിവസം. അപ്പോൾ എ പ്ലസ് ബി ബൈ 10 ബിയും സിയും 15 ദിവസം എയും സിയും 20 ദിവസം 10 15 20 ഇവിടെ LCM 60 ആണ്. LCM 60 ആണ് വരുന്നത്. എയും ബിയും എയുടെയും ബിയുടെയും ഒരു ദിവസത്തെ ജോലി LCM ബൈ 10 ദിവസം. അപ്പം 60 ബൈ 10 6 എന്ന് കിട്ടും. ബിയും സിയും 60 ബൈ 15 4. അടുത്തത് എയും സിയും 60 ബൈ 20 0 ക്യാൻസൽ അപ്പോൾ 3 എന്ന് കിട്ടും. അപ്പോൾ എ പ്ലസ് ബി 6 ബി പ്ലസ് സി 4 എ പ്ലസ് സി 3. അപ്പോൾ ഇവരുടെ ഓരോ ദിവസത്തെ ജോലിയാണ്. എയും ബിയും ചേർന്ന് എയുടെയും ബിയുടെയും ഒരു ദിവസത്തെ ജോലി 6, ബിയുടെയും സിയുടെയും
4, എയുടെയും സിയുടെയും 3. എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 6, ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു 4, എ പ്ലസ് സി എന്ന് പറയുന്നത് 3. 6, 4, 3. അപ്പോൾ ഇതെന്താണ്? 2a 2b 2c ആണല്ലേ. 2a പ്ലസ് 2b പ്ലസ് 2c ഈസ് ഈക്വൽ ടു 6 പ്ലസ് 4 10 പ്ലസ് 3 13. ഇവിടെ 2 കോമൺ ആണ്. 2 ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു 13. അതിൽ നിന്ന് എയുടെയും ബിയുടെയും സിയുടെയും ഒരു ദിവസത്തെ ജോലി 13/2 ആണ്. ഇങ്ങനെയാണെങ്കിൽ അവർക്ക് എത്ര ജോലിയാണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്? 60 ജോബാണല്ലേ. 60 ജോലി കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം 60 ഇൻറ്റു ഇത് തിരിഞ്ഞു വരുമല്ലോ, 2/13 എന്ന് വരും. 6 ഇൻറ്റു 120 120/13. അപ്പോൾ ഓപ്ഷനിൽ ഇങ്ങനെ തന്നെ കാണണമെന്നില്ല. 120/13 അല്ലെങ്കിൽ 9 3/13. ഒന്നിൽ 120/13 എന്ന് കാണും, അല്ലെങ്കിൽ 9 3/13 എന്ന ഓപ്ഷനിൽ കാണും. ഈ മെത്തേഡ് അനുസരിച്ച് നമുക്ക് ഇത്രയും ചെയ്യേണ്ട ആവശ്യമല്ല. LCM കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്താവുന്നതാണ്.